ഇന്നത്തെ ലേഖനവും ഇന്നത്തെ സുവിശേഷവും അന്ത്യകാലത്തെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ അന്ത്യകാലത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത്. വ്യക്തിപരമായും ഓരോരുത്തർക്കും അന്ത്യകാലമുണ്ട്. അനീഷ് നമ്മുടെ കൂടെ നിന്ന് കടന്നുപോയി. നമ്മളെല്ലാവരും ഒരു ദിവസം ഇതുപോലെ കടന്നുപോയി. അന്ത്യകാലത്ത് നമ്മൾ നേരിടേണ്ട കാര്യത്തെക്കുറിച്ച് കൂടിയാണ് സുവിശേഷം. അതിനകത്ത് ഈ കൺഫ്യൂഷൻ, അസ്വസ്ഥതകൾ, ഇടർച്ചയ്ക്ക് വിധേയരാവുക. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, മരണത്തിൻ്റെ സമയമാണ് ഏറ്റവും അധികം വിശ്വാസം ചലഞ്ച് ചെയ്യപ്പെടുന്ന സമയമെന്ന്. വിശ്വാസത്തിന് പ്രലോഭനം ഉണ്ടാകുന്ന, ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടാൻ നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന സമയം മരണത്തിന് തൊട്ടു മുമ്പുള്ള സമയമാണ്. ദൈവം എന്നെ കൈവിട്ടുവെന്ന് ഈശോയ്ക്കും കുരിശിൽ നിന്ന് തോന്നിയതാണ്. ഈശോയുടെ കുരിശുമരണമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരാളുടെ മരണമല്ല നമ്മൾ കാണുന്നത്, നമ്മുടെ തന്നെ മരണമാണ്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടുവെന്ന് എല്ലാ മനുഷ്യനും പറയുന്നൊരു സമയമാണ്. അപ്പോൾ ആ അന്ത്യകാലത്ത് നമുക്ക് കൂട്ടായിട്ടുള്ള ഒരാളാണ് മറിയം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക്, പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും മരണസമയത്ത് പരിശുദ്ധ അമ്മയുടെ സഹായവും സങ്കേതവും ലഭിക്കും. നമ്മുടെ പ്രിയപ്പെട്ട അനീഷ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ പ്രത്യേകമായിട്ട് കൂദാശകളെല്ലാം സ്വീകരിച്ചു. നമുക്ക് ഇതുപോലൊരു രാജ്യത്ത് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം അനീഷിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടയാക്കി കൊടുത്തു. രോഗീലേപനം അടുപ്പിച്ച് 2 പ്രാവശ്യം സ്വീകരിക്കാൻ സാധിച്ചു. ഒരുക്കത്തോടു കൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അന്ത്യ കൂദാശ നമ്മൾ പറയില്ലേ, വിയാറ്റിക്കം, ഹോളി വിയാറ്റിക്കം, തിരുപ്പാതയം സ്വീകരിച്ചു. അങ്ങനെ വലിയ ഒരുക്കത്തോടു കൂടി അനീഷ് മരണത്തിലേക്ക് കടന്നുപോയി, ഈശോയുടെ അടുത്തേക്ക് പോയി. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥവും ഇടപെടലുമാണത് എന്ന് നമ്മൾ ധ്യാനിക്കണം. ഇവിടെ പലർക്കും സാധിക്കാതെ പോകുന്ന ഭാഗ്യങ്ങളിലൊന്ന് ആ മകന് കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറയാം. നല്ല മരണം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മളെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം.